ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 മാർച്ചിലെ SSLC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, ചിത്രം വരച്ചിട്ടുണ്ട്. എന്താണ്? PA ആൻഡ് PB ആർ ടാൻജൻസ്. ഈ PAയും PBയും ടാൻജൻസ് ആണ് പറയുന്നത്. ആംഗിൾ ACB, ഈ ആംഗിൾ 105 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ആംഗിൾ ADB, അങ്ങനെ 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നത് PA ആൻഡ് PB ആർ ടാൻജൻസ്. PAയും PBയും തൊടുവരകളാണ്. ഈ ആംഗിൾ 105 ഡിഗ്രി തന്നിട്ടുണ്ട്. ബാക്കി ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കണം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒറ്റ ആംഗിൾ തന്നത് 105 ഡിഗ്രി. അപ്പോൾ ഈ 105 ഡിഗ്രിന്ന് ആദ്യം കാണാൻ ആംഗിൾ ADB ആണ്. അപ്പോൾ ആംഗിൾ ADB, ഈ ആംഗിൾ എത്ര വരുന്ന ചോദ്യം. അതായത് ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. എന്താണ്? ACBD എന്നുള്ള ക്വാഡ്രിലേറ്റർ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. മനസ്സിലായി? ഇതിന്റെ വെർട്ടീസസ് നോക്കൂ, ഓൺ ദ സർക്കിൾ ആണ്. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്ന് പഠിച്ചിട്ടുണ്ട്. എതിർ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോണുകളാണെങ്കിൽ 180 നിന്ന് 105 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആംഗിൾ ADB is equal to 180 minus 105. എത്ര വരും? 75 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ ADB is equal to 75 ഡിഗ്രി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇത് 75 ഡിഗ്രി കിട്ടി. ഇനി നിങ്ങൾ സെക്കൻഡ് ലെസണിൽ പഠിച്ചിട്ടുള്ള രണ്ടാമത്തെ ലെസണിൽ പഠിച്ചത് എന്താണ്? സെൻട്രൽ ആംഗിൾ. O is the center of the circle എന്ന് തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഇത്. സെൻട്രൽ ആംഗിൾ ആണ്. O is the center of the circle തന്നിട്ടുണ്ട്. O is the center of the circle, ഇത് സെൻട്രൽ ആണ്. കേന്ദ്ര കോണിന്റെ പകുതിയാണ് ഈ കോണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇത്. അപ്പോൾ ആംഗിൾ AOB, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതിന്റെ ഡബിൾ എഴുതുക. എത്രയാണ്? 180 ഡിഗ്രി. 150, 75 പ്ലസ് 75, 150 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 100, ഇതിന്റെ ഡബിൾ 150 ഡിഗ്രി കിട്ടും. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ആംഗിൾ APB ആണ്. APB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കാണാം. ഈ ആംഗിൾ ഇത് 150 ആണെങ്കിൽ ഈ ആംഗിൾ കാണാൻ 180 നിന്ന് 150 മൈനസ് ചെയ്താൽ മതി. അതായത് ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇത് 150 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി വരും. കാരണം എന്താ? ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 90 ആണ്. അപ്പോൾ 90 പോയി, 180 പോയി. പിന്നെ ബാക്കി ഇതൊരു ക്വാഡ്രിലേറ്റർ ആണ് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ ക്വാഡ്രിലേറ്റർ ആണ്. ടോട്ടൽ ആംഗിൾ എന്താണ്? 360 ആണ്. അപ്പോൾ ഇവിടെ ഇത് എന്താണ്? റേഡിയസും ടാൻജന്റ് തമ്മിലുള്ള ആംഗിൾ പെർപെൻഡിക്കുലർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. റേഡിയസ് ആൻഡ് ടാൻജന്റ് ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 90 ആണ്. അപ്പോൾ 90 180 കിട്ടി. അപ്പോൾ ഇത് കൂട്ടിയാലും 180 കിട്ടണം. അപ്പോൾ അത് 150 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരും? 30 ഡിഗ്രി വരും. എത്ര ഡിഗ്രി വരും? 30. എങ്കിൽ APB is equal to 30 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ ആംഗിൾ ABP എന്നാണ്. ABP. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരിക. ABP, ഈ ആംഗിൾ കാണാനാണ് പറയുന്നത്. ആംഗിൾ ABP എത്ര വരും? ഇതും ഈ ആംഗിളും കൂട്ടിയാണ് 90 ഡിഗ്രി ആയത്. റേഡിയസും ടാൻജന്റും ഈ ആംഗിളും കൂട്ടിയാണ് 90 ഡിഗ്രി. അപ്പോൾ ഇത് 150 ഡിഗ്രി ആണെങ്കിൽ ട്രയാംഗിൾ OAB എന്ന് വരും. ഈ ട്രയാംഗിൾ OAB ഈസ് ഐസോസെലസ്, സമപാർശ്വത്രികോണമാണ്. കാരണം എന്താ? ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആയാൽ ആ ട്രയാംഗിൾ, ഈ ട്രയാംഗിൾ ഐസോസെലസ് ട്രയാംഗിൾ ആണ്, സമപാർശ്വത്രികോണമാണ്. അതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കണം. ബേസ് ആംഗിൾ ഈക്വൽ ആവുക എന്താ? ഈ ആംഗിളും
ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ ആംഗിളും കൂട്ടിയാൽ 180 വരാൻ പാടുള്ളൂ. അപ്പോൾ 150 നിന്ന് 180ലേക്ക് എത്ര ഉണ്ടെന്ന് നോക്കുക. അതായത് 180 നിന്ന് 150 മൈനസ് ചെയ്യുക. അപ്പോൾ 30 വരും. അതിനെ 2 ആക്കാം. 15 കിട്ടും. മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതായത് സമപാർശ്വ ത്രികോണമാണ്. അതായത് ഈ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇത് സമപാർശ്വ ത്രികോണമാണ്. അതിന്റെ പാദകോണുകൾ തുല്യമായിരിക്കണം. അപ്പോൾ 150 നിന്ന് 180ലേക്ക് 30 ഉള്ളൂ. ആ 30നെ 2 ആക്കാം. അപ്പോൾ ഇത് 15 വരും. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിയാൽ 180 കിട്ടണം. 180 കിട്ടുന്നുണ്ട്. 15 - 30 180. ഇനി അപ്പോൾ ആംഗിൾ ABO ഈ ആംഗിൾ 15 എന്ന് കിട്ടി. ആംഗിൾ ABO = 15 ഡിഗ്രി കിട്ടി. ആംഗിൾ ABO 15 എന്ന് കിട്ടി. ഇനി ഈ ആംഗിൾ എത്ര വരും? ഈ രണ്ട് ആംഗിൾ കൂടി കൂട്ടിയാൽ 90 ആണ്. ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്. ഈ ആംഗിൾ മൊത്തമാണ് 90. അപ്പോൾ 90 ൽ 15 മൈനസ് ചെയ്യാം. ഈ ആംഗിൾ കാണാൻ 90 - 15 കണ്ടാൽ മതി. എത്രയത്? 90 - 15 എത്ര വരും? 75 ഡിഗ്രി വരും. ABP 75 ഡിഗ്രി വരും. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകണം. ഇത് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25ന്റെ ആൻസർ ആണ് പറഞ്ഞത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്പർ 18 ABCD സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ABCD സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡയഗണൽ AC and BD ബൈസെക്ട് മീറ്റ്സ് അറ്റ് ദ പോയിന്റ് P. ഈ ഡയഗണൽ ACയും BDയും Pയിൽ കൂട്ടിമുട്ടുന്നുണ്ട്. PA = 12 സെന്റിമീറ്റർ. PA = 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. PA = 12 സെന്റിമീറ്റർ. PC = 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. BD = 11 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. BD = 11 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് ഈ ഡയഗ്രാമിന്റെ മൊത്തം ലെങ്ത് ആണ് 11 തന്നിരിക്കുന്നത്. PA ഈ ലെങ്ത് 12 സെന്റിമീറ്റർ എന്നും ഈ ലെങ്ത് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ PB = x. ഇത് x എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ഈ PB = x, then write PD in terms of x. PD x ന്റെ ടേമിൽ എഴുതാം. അപ്പോൾ ഇത് മൊത്തം 11 തന്നിട്ടുണ്ട്. ഇത് x എടുത്താൽ ഇത് 11 മൈനസ് x എന്ന് വരും. ഈ ലെങ്ത് 11 മൈനസ് x വരും. ഇത് x എടുത്താൽ അതായത് ലെങ്ത് ഓഫ് BD 11 തന്നിട്ടുണ്ട്. ഇത് x എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് PD x ന്റെ ടേമിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ 11 മൈനസ് x വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PB ആൻഡ് PD എന്നാണ്. PB യുടെ ലെങ്ത് എത്ര, PD യുടെ ലെങ്ത് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ലെസൺ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് PA × PC = PB × PD എന്ന് പഠിച്ചിട്ടുണ്ട്. PA PB × PD അതായത് PB × PD = PA × PC എന്ന് പഠിച്ചിട്ടുണ്ട്. PA ×
പി യുടെ ലെങ്ത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു പി ഡി 11 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു പി എ 12 ഇൻറ്റു പി സി 2. അപ്പോൾ 11x മൈനസ് എക്സ് സ്ക്വയർ. ഈ എക്സ് കൊണ്ട് 11 മൾട്ടിപ്ലൈ ചെയ്യുക. 11 ഇൻറ്റു എക്സ് 11x, എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 24. 11x മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 24 എന്ന് വരും. അപ്പോൾ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ മൂന്ന് ടേമിനെ നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ -1. അപ്പോൾ ഇത് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. അപ്പോൾ -1 ഇൻറ്റു 11x എന്ത് വരും? -11x. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -24 എന്ന് വരും. -24 എന്ന് വരും. അപ്പോൾ ഈ പോസിറ്റീവ് എക്സ് സ്ക്വയർ ആദ്യം എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 11x ഈസ് ഈക്വൽ ടു -24. എക്സ് സ്ക്വയർ മൈനസ് 11x ടു -24. അപ്പോൾ ഇവിടെ എ 1, ബി എത്ര? -11. ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റി എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 24 ഈക്വൽ ടു 0. ഈ -24 ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ -24 ഇങ്ങോട്ട് കൊണ്ടുവന്ന് പോസിറ്റീവ് 24 ആവും. അപ്പോൾ ആർ എഫ് എക്സ് ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി 0 എഴുതാം. അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 24 ഈക്വൽ ടു 0. ഇതിന് എ ബി സി എഴുതുക. ബി സ്ക്വയർ മൈനസ് 4ac കാണാം. എ ഈസ് ഈക്വൽ ടു 1 അല്ലേ? എക്സിന്റെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എ. ബി ഈസ് ഈക്വൽ ടു -11. D is equal to -7. C is equal to 24. C is equal to 24. C is equal to 24. അപ്പോൾ b square minus 4ac കാണുന്നു. b square minus 4ac equal to root of b square minus 4ac equal to root of b square പറഞ്ഞാൽ -11 square minus 4 into 1 into 24. അപ്പോൾ അതിന്റെ വാല്യൂ എത്ര? 121 മൈനസ് 4 into 24 96. അപ്പോൾ എത്ര വരും? ഈക്വൽ ടു റൂട്ട് ഓഫ് 25 വരും. ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോൾ റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac കിട്ടി. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac a is equal to 1 ആണ്. b -11 c 24. അപ്പോൾ b സ്ക്വയർ പറഞ്ഞാൽ -11 സ്ക്വയർ 11 വരുന്ന 121 മൈനസ് 4 × 24 96 25 വരും. അപ്പോൾ 5 എന്ന് കിട്ടും. റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac 5 എന്ന് കിട്ടും. ബാക്കിയുടെ മോളിൽ വരുന്നു. അപ്പോൾ ഇതിന്ന് എക്സിന്റെ വില കാണാം. എക്സ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിരുന്നത് -b പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നാണ്. ഒരു വില എന്താണ്? -b മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇത് നിങ്ങൾ പഠിക്കണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എക്സിന്റെ വില കാണാനുള്ള ഫോർമുല ഉള്ളത് -b പ്ലസ് ഓർ മൈനസ് എന്ന് പറയാം, അല്ലെങ്കിൽ -b പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a -b മൈനസ് root b square minus 4ac by 2a. അപ്പോൾ that is equal to x എത്രയാണ്? അല്ല b -11 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് അതിലുണ്ട്. -11 പ്ലസ് ഈ മൈനസ് ഫോർമുലയിൽ ഉള്ളതാണ്. b ഇവിടെ -11 ആണ്. അപ്പോൾ -11 രണ്ട് മൈനസിന്റെ അടുത്തത് പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് 5 കിട്ടിയിട്ടുണ്ട്. 5 ഡിവൈഡഡ് ബൈ 2 into a പറഞ്ഞാൽ 1 ആണ്. 2a
അപ്പോൾ ഇത് വരും ഈ 2 മൈനസ് കാരണം 11 ആവും. ഈസ് ഈക്വൽ ടു 11 പ്ലസ് 5/2. ഈ 2 നെഗറ്റീവ് അടുത്ത് വന്നതുകൊണ്ട് ഇത് പോസിറ്റീവ് ആവും. ഇവിടെ വരും മൈനസ് 11 മൈനസ് 5/2 ഇൻറ്റു 1. അപ്പോൾ ഇവിടെ വരും 11 മൈനസ് 5/2. അപ്പോൾ 15 16/2. 15 പോയി എത്ര? 6/2. 8 3. 16/2 പറഞ്ഞാൽ എത്ര? 16/2 പറഞ്ഞാൽ 8. 6/2 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഇത് 8 സെന്റിമീറ്ററും ഇത് എത്ര? 15 മൈനസ് 8 3 സെന്റിമീറ്റർ. അപ്പോൾ PB is equal to 8 സെന്റിമീറ്റർ. PD is equal to 3 സെന്റിമീറ്റർ. ഇത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. Question number 19. BC is a chord of circle centered at O. സർക്കിളിന്റെ സെന്റർ O എന്ന് തന്നിട്ടുണ്ട്. BC is a chord എന്ന് പറയുന്നത്. BC is a chord of the circle centered at O. BC is equal to 10 centimeter. BC 10 centimeter തന്നിട്ടുണ്ട്. Angle is 60 degree. Angle A is equal to 60 degree തന്നിട്ടുണ്ട്. Find the radius of the circle കാണാം. Radius കാണാനാണ് പറഞ്ഞത്. Find radius. ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഈ സർക്കിള് ഈ കോർഡിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 16 തന്നിട്ടുണ്ട്. Find the radius of the circle എന്നാണ് ചോദ്യം. അതായത് ഈ ഞാണിന്റെ നീളം, കോഡ് എന്ന് പറഞ്ഞാൽ ഞാണ്, BC എന്ന ഞാണിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. ഈ കോൺ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. എന്നാൽ ഈ വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ടാൻജൻസ് എന്നുള്ള ലെസണിൽ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് കാണാൻ ഫോർമുല, BCയുടെ ലെങ്ത് കാണാനുള്ള ഫോർമുല, കോഡിന്റെ ലെങ്ത് കാണാനുള്ള ഫോർമുല BC is equal to 2R sin C/2 എന്ന് പഠിച്ചിട്ടുണ്ട്. BC is equal to കോഡിന്റെ ലെങ്ത് കാണാനുള്ള ഫോർമുലയാണ് 2R sin C/2. ഈ C/2 എന്നുള്ള ഇവിടെ സെൻട്രൽ ആംഗിൾ തന്നാലാണ്, ഈ ആംഗിൾ തന്നാലാണ് C/2 എഴുതുന്നത്. ഇവിടെ C എഴുതാൻ പാടുള്ളൂ. അതായത് ഈ 60 എടുക്കണം. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ 10 is equal to 2 into R into sin 60. മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ sin C/2 സെൻട്രൽ ആംഗിൾ തരുമ്പോഴാണ്, ഈ സെൻട്രൽ ആംഗിൾ തരുമ്പോഴാണ് sin C/2. ഇതിന്റെ പകുതിയാണ് ശരിക്കും ഇവിടെ എഴുതേണ്ടത്. ഇതിന്റെ പകുതിയാണ് ഈ 60 ഡിഗ്രി അല്ലേ, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഇത്. അതുകൊണ്ട് sin 60 തന്നെ എഴുതും. അപ്പോൾ 10 is equal to 2 into R into sin 60 എത്ര? sin 60 cos 30 √3/2 ആണ്. അപ്പോൾ sin 60യുടെ വില നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ അതേ കണക്ട് ചെയ്യാൻ പറ്റും. sin 60 √3/2. അപ്പോൾ ഇവിടെ ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 10 is equal to √3 into R എന്ന് വരും. R is equal to 10/√3. R is equal to 10/√3 വരും. ഇവിടെ into √3 കാണാം, into √3 കാണാം. is equal to 10√3/3 സെന്റിമീറ്റർ. സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 10√3/3 സെന്റിമീറ്റർ ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 20. ABCD is a parallelogram പറയുന്നത്. In the figure, coordinate of three vertices of the parallelogram ABCD is given. ABCD A75, B127, D11. ഇത് ABCD പാരലലോഗ്രാം പറയുന്നുണ്ട്. 3 വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇതൊരു സാമാന്ത്രികമാണ്. 3 മൂലകളുടെ നിർദ്ദേശാങ്കങ്ങൾ തന്നിട്ടുണ്ട്. ഇത് 7, 5, 12, 10, 15. ഈ സി എന്നുള്ള മൂലയുടെ നിർദ്ദേശാങ്കങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് സി. അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. ഈ 12ഉം 10ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും നോക്കുക. 12ഉം 10ഉം 22 ആണ്. അപ്പോൾ 7 കൂടെ എന്ത് കൂട്ടിയാൽ 22 കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇതിന്റെ എക്സ് കോർഡിനേറ്റും കൂട്ടിക്കൂ. 12ഉം 10ഉം 22. അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റും കൂട്ടിയാലും 22 തന്നെ കിട്ടണം. അപ്പോൾ 7 കൂടെ എത്ര കൂട്ടിയാൽ 22 കിട്ടുക? 15 ആണ്. അപ്പോൾ 15 ആണ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വരിക. ഇനി വൈ കോർഡിനേറ്റ് കൂട്ടി നോക്കൂ. 7ഉം 11ഉം 7ഉം 18. ഇതിന്റെ ഇവിടുത്തെ വൈ കോർഡിനേറ്റും ഇത് കൂട്ടിയാലും 18 തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ് വരും. 5 കൂടെ എത്ര കൂട്ടിയാലാണ് 18 കിട്ടുക നോക്കിയാൽ മതി. എത്ര വരും? 13. അപ്പോൾ സിയുടെ കോർഡിനേറ്റ്സ് കിട്ടി. 17. വഴി ഇതാണ്. എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ഈ തന്നിരിക്കുന്ന ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. എക്സ് നിർദ്ദേശാങ്കങ്ങൾ കൂട്ടി നോക്കാം. 12ഉം 10ഉം 22. ഈ 7 കൂടെ എന്ത് കൂട്ടിയാൽ 22 കിട്ടും നോക്കിയാൽ മതി. 7 കൂടെ 15 കൂട്ടിയാലാണ് 22. 15ഉം 7ഉം 22. ഇനി ഈ വൈ കോർഡിനേറ്റ് കാണാൻ എന്താ ചെയ്യുക? ഈ വൈ കോർഡിനേറ്റും കൂടി കൂട്ടി നോക്കുക. 11ഉം 7ഉം 18. ഇനി 5 കൂടെ എത്ര കൂട്ടിയാൽ 18 കിട്ടും നോക്കിയാൽ മതി. 13. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. കോർഡിനേറ്റ്സ് ഓഫ് സി 15, 3. ഇനി കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ AC എന്നാണ് ക്വസ്റ്റ്യൻ. ACയുടെ ഈ ഡയഗണലിന്റെ ലെങ്ത് കാണാം. AC is equal to എന്താ വരിക? root of AC is equal to root of x1 minus x2 whole square. 15 minus 7 whole square plus മനസ്സിലായില്ലേ? ഈ 15 minus 7 whole square plus 13 minus 5 whole square. 13 minus 5 whole square. മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. x1 minus x2 whole square plus y1 minus y2 whole square. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു 15 7 പോയ 8 സ്ക്വയർ പ്ലസ് 13 5 പോയ 8 തന്നെ. റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 64 പ്ലസ് 64 ഈക്വൽ ടു റൂട്ട് ഓഫ് 128 അല്ലേ? ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിന് 64 × 2 എന്ന് എഴുതാം. ഈക്വൽ ടു 8 റൂട്ട് 2 64 × 2 ആണ് 128. എങ്ങനെ ഇതിന് 64 × 2 സ്പ്ലിറ്റ് ചെയ്തത്? അവിടെ 264 ഉണ്ട്. 264 2 × 64. അപ്പോൾ 64 സ്ക്വയർ റൂട്ട് 8 റൂട്ട് 2 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് AC is equal to 8 റൂട്ട് 2 സെന്റിമീറ്റർ. ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 2023 മാർച്ചിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സ്ക്വയർ പിരമിഡിനെ ഉദ്ദേശിക്കുന്നതാണ്. ഇത് 40 എന്നും ഈ ലെങ്ത് 25 എന്നും തന്നിട്ടുണ്ട്.
സ്ക്വയർ പിരമിഡിന്റെ ഒരു ബേസ് ആണ്. ഇതൊരു ലാറ്ററൽ ഫേസ്. 4 ഫേസും തന്നിട്ടുണ്ട്. അത് ഞാൻ വരക്കാനില്ല. 4 ഫേസും തന്നിട്ടുണ്ട്. 4 ലാറ്ററൽ ഫേസസും തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ 25 സെന്റിമീറ്റർ ആൻഡ് ബേസ് എഡ്ജിന്റെ ലെങ്ത് അപ്പോൾ A ആണ് 40. A is equal to 40 സെന്റിമീറ്റർ ആൻഡ് ഇത് L ആണ്. L is equal to 25 സെന്റിമീറ്റർ. എന്താ L ന്റെ ഡെഫിനിഷൻ? സ്ലാന്റ് ഹൈറ്റിന്റെ ചരിവ് ഉയരം പറഞ്ഞാൽ എന്താ? ചരിവ് ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ്? പാദത്തിലെ ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിൽ നിന്ന് അപ്പെക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് സ്ലാന്റ് ഹൈറ്റ് ആണ്. മനസ്സിലായോ? പാദത്തിലെ ഒരു വക്കിന്റെ മധ്യബിന്ദുവിൽ നിന്ന് ശീർഷം വരെയുള്ള അകലാണ് പാർശ്വനിധി. ചരിവ് ഉയരം അതാണ് 25 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഈ ചിത്രം തന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ഇസ് ദ സ്ലാന്റ് ഹൈറ്റ്? L എത്ര? ചരിവ് ഉയരം എത്ര? 25 സെന്റിമീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് കാണാനുള്ള ഫോർമുല എന്താ? h is equal to root of a square minus a by 2 whole square equal to root of L എത്ര? 25 square minus a യുടെ പകുതി 20 square അല്ലെ 40 യുടെ പകുതിയാണ് നമ്മൾ എഴുതുന്നത്. 20 square equal to root of 625 minus 400. 25ന്റെ സ്ക്വയർ 625 എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 25 സ്ക്വയർ 625 is equal to root of 400 is equal to 20 സെന്റിമീറ്റർ. ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് 20 സെന്റിമീറ്റർ കിട്ടും. ഇനി കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ പിരമിഡ് എന്നാണ്. ഈ സ്ക്വയർ പിരമിഡിന്റെ വോളിയം കാണാം. സ്ക്വയർ പിരമിഡിന്റെ വോളിയം കാണാനുള്ള ഫോർമുല V is equal to 1/3 a square h is equal to 1/3 into 40 square into h എത്ര? 20. x square minus a by 2 whole square. അഞ്ച് 2 225 കേട്ടോ. 625 മൈനസ് 400 5 2 2 225 ആണ്. ഈക്വൽ ടു 15 ആണ് കേട്ടോ. 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 15 എന്നാണ് എഴുതുന്നത്. 1/3 into 40 square into 625 നിന്ന് 400 മൈനസ് ഇത് മിസ്റ്റേക്ക് വന്നു. അപ്പോൾ 225 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് 15 ആണ്. 15 225. അപ്പോൾ ഇവിടെ 1/3 s square h ആണ് സ്ക്വയർ പിരമിഡിന്റെ വോളിയം. അപ്പോൾ 1/3 into 40 square into 15. ഇവിടെ ഇത് 5 തവണ വിട്ട് പോകും. അപ്പോൾ എത്ര വരും? 4 4 16 1600 into 5 എത്ര വരിക? 16 5 80 സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ 40ന്റെ സ്ക്വയർ 4 × 4 16 2 0 ചേർത്താൽ മതി. 40ന്റെ സ്ക്വയർ കാണാൻ 4 4 16 4ന്റെ സ്ക്വയർ 16 2 0 ചേർക്കുക ഇൻറ്റു 5 16 5 80 2 0 ചേർക്കുക 8000 സെന്റിമീറ്റർ ക്യൂബിന് വരും. അപ്പോൾ ഇവിടെ 625 മൈനസ് 400 225 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് 15 ആണ്. ഇവിടെ h 15 ആണ് എടുക്കേണ്ടത്. ആൻസർ 8000 സെന്റിമീറ്റർ ക്യൂബിന്. ഇതിലെ 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ട്രിഗണോമെട്രി എന്നുള്ള അതിനെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 80 ഡിഗ്രി. സ്റ്റെപ്പിംഗ് 20 meters back he sees it at an elevation of 40 degree. Draw a rough figure. ഫിഗർ വരച്ച ഒരു മാർക്ക് കിട്ടുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആണ്. എന്താ ക്വസ്റ്റ്യൻ? എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ. അപ്പോൾ ഇത് ഗ്രൗണ്ട്, ഇത് ടെലിഫോൺ ടവർ TT. ഇത് ടെലിഫോൺ ടവർ ആണ്. അപ്പോൾ ഇതിന്റെ എന്താണ്? എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 80 ഡിഗ്രി.
അപ്പോൾ 80 ഡിഗ്രിയിൽ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടത്. 80 ഡിഗ്രിയിൽ ടെലിഫോൺ ടവറിന്റെ അഗ്രം കാണുന്നു. സ്റ്റെപ്പിംഗ് 20 മീറ്റേഴ്സ് ബാക്ക്, 20 മീറ്റർ പുറകോട്ട് വരികയാണ്. 20 മീറ്റർ പുറകോട്ട് നടന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹി സീസ് ഇറ്റ് ആൻ എലിവേഷൻ ഓഫ് 40 ഡിഗ്രി. അപ്പോൾ ഇതിന്റെ ടോപ്പ് 40 ഡിഗ്രിയിൽ കാണുന്നതാണ്. ഇവിടെ നിന്ന് 80 ഡിഗ്രിയിൽ ടെലിഫോൺ ടവറിന്റെ ടോപ്പ് കാണുന്നു. 20 മീറ്റർ പുറകോട്ട് നടന്നിട്ട് 40 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് എലിവേഷനിൽ മേൽക്കോണിൽ ടോപ്പ് കാണുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ റഫ് ഫിഗർ. അപ്പോൾ ഈ ഫിഗർ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആണ്, അതായത് ഈ ഹൈറ്റ് കാണാം. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ അതിന് പേര് കൊടുക്കാം ഹൈറ്റ് ഓഫ് ദ ടവർ h എന്ന് എടുക്കണം കേട്ടോ. ഹൈറ്റ് ഓഫ് ദ ടവർ ഈ ഡിസ്റ്റൻസ് CD is equal to h എന്ന് എടുക്കണം. അപ്പോൾ അത് ചെയ്യാൻ എളുപ്പ വഴി എന്താ അറിയോ? ഈ ആംഗിൾ കാണാം, ആംഗിൾ ABD. ഈ രണ്ട് ആംഗിളും കൂടി 180 ആണ്. 180 ആണ്, ലീനിയർ പെയർ പറയും, രേഖീയ ജോഡി. അപ്പോൾ ഇത് 180 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 100 വരും. 100, 80, 180. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടി? ഈ ആംഗിൾ 100 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ആംഗിൾ ADB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ നോക്കൂ, ADB 100, 40, 140, ബാക്കി 40, 180 അല്ലേ? ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അതിൽ നിയമം, ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെ സം ഓഫ് 3 ആംഗിൾസ് 180 ആണ്. അപ്പോൾ 100 + 40, 140. അപ്പോൾ എത്ര വരും? 40 ഡിഗ്രി വരും. ഈ ആംഗിൾ 40 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ ആംഗിൾ 40 ആയതുകൊണ്ട് ട്രയാങ്കിൾ ABD ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണ്, കാരണം ഈ ആംഗിളും ഈക്വൽ ആയി. ട്രയാങ്കിൾ ADB is equal to 40 ഡിഗ്രി. Therefore triangle ABD triangle ABD is isosceles. മനസ്സിലായോ? ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആയി, സമപാർശ്വ ത്രികോണമായി. ഈ ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഇത് സമപാർശ്വ ത്രികോണമായി, ഐസോസെലസ് ട്രയാങ്കിൾ ആയി. അതുകൊണ്ട് ലെങ്ത് ഓഫ് AB യും ഈ ലെങ്ത്തും ഈക്വൽ ആയിരിക്കണം അല്ലേ? സമപാർശ്വ ത്രികോണത്തിന്റെ 2 സൈഡ് ഈക്വൽ ആയിരിക്കണം. പിന്നെ ഐസോസെലസ് ട്രയാങ്കിൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 20 ആയതുകൊണ്ട് ഈ BD യുടെ നീളം എത്ര വരും? BD is equal to 20 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ BD യുടെ ലെങ്ത് 20 എന്ന് കിട്ടി. ഇനി ട്രയാങ്കിൾ മനസ്സിലാക്കുക. ട്രയാങ്കിൾ BCD. കൺസിഡർ ട്രയാങ്കിൾ BCD. ഫ്രം ട്രയാങ്കിൾ BCD നോക്കിയപ്പോൾ ഇതാണ് കാണേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇത് 90 അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിൾ ഇതാണ് ഹൈപ്പോട്ടനസ്. ഇത് ഓപ്പോസിറ്റ് സൈഡ്, 80 യുടെ ഓപ്പോസിറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് sin 80 is equal to ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡ് CD by BD. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ sin 80 യുടെ വില നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. 0.98 is equal to CD h by BD 20. BD യുടെ നീളം 20 എന്നറിയാം. ഇതിനെ ബൈ 100 ക്രോസ് മൾട്ടിപ്ലൈ ആയ ആൻസർ കിട്ടും. അപ്പോൾ എന്ത് വരും? h into 1 into h is equal to 20 into ഇത് 20 into 0.98 into 20. h is equal to എത്ര വരും? 2 സ്ഥാനം ഡെസിമൽ ഇടുക, 19.6 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ ടെലിഫോൺ ടവറിന്റെ ഹൈറ്റ് 19.6 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ആംഗിൾ തന്നിട്ടായിരുന്നു 80. അപ്പോൾ ഈ ആംഗിൾ കാണും. ഈ ആംഗിളും കൂട്ടിയ 180 ഡിഗ്രി കിട്ടണം. അതായത് എന്താണ് ഇത്? ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡി എന്ന് പറയും. അപ്പോൾ ഇത് 100 എന്ന് കിട്ടിയാൽ ഈ ആംഗിൾ 40 എന്ന് കിട്ടും. കാരണം ഈ ആംഗിൾ കൂട്ടിയ 180 ഡിഗ്രി കിട്ടും. ഈ ആംഗിളിന്റെ ഇതും
ഈ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇവിടെ 100, 40, 140, ബാക്കി 40 ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണ്, സമപാർശ്വ ത്രികോണം. അപ്പോൾ സമപാർശ്വ ത്രികോണത്തിന് രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത് 20 ആയതുകൊണ്ട് ഇതും 20 ഉണ്ട്. അതാണ് ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി. ഇനി ഈ ട്രയാങ്കിൾ മനസ്സിൽ വിചാരിക്കുക, അതൊന്ന് സൈൻ എഴുതുക. height of the telephone tower is 19.6 meter എന്ന് മനസ്സിലാക്കുക. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 27. Find the sum of first 20 natural numbers. Sum of first 20 natural numbers. എന്താ 1 plus 2 plus 3 plus etc plus 20. ഇത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കാണാനുള്ള ആൻസർ 20 × 21/2 കണ്ടാൽ മതി. ഏതാ ഫോർമുല? n × n plus 1/2. ഇതിന്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 20 × 20 plus 1/2. അതായത് ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? 1, 2, 3 എല്ലാം വേണം. അല്ലാതെ 2, 4, 6, 8 എന്നാണെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ 20 × 21/2. അപ്പോൾ ഈ 20 ഇത് 10 ടൈംസ് ക്യാൻസൽ ചെയ്യാം. 21 × 10 210. 21 × 10 210 എന്ന്. അപ്പോൾ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ 210 കിട്ടി. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ് 5, 9. Write the algebraic expression. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Write the algebraic expression of the arithmetic sequence 5, 9, 13. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഒന്നാമത്തെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5, 9, 13 etc എന്നുള്ളതിന്റെ algebraic expression, ബീജഗണിത രൂപം. algebraic expression എന്താ? algebraic expression ബീജഗണിത രൂപം എന്നാണ് ഇതിന്റെ മലയാളം കേട്ടോ. algebraic expression അതെങ്ങനെ എഴുതാ? fd അല്ലേ? nd algebraic expression നമ്മൾ പഠിച്ചിട്ടുണ്ട്. nd plus f minus d ഇങ്ങനെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ d എത്ര വരും? ഇതിന്റെ d എത്രയാണ്? 5, 4, 9, 4 അല്ലേ? d കൾ എന്താ ചെയ്യുക? സെക്കൻഡ് ടേമിന് ഫസ്റ്റ് മൈനസ് ചെയ്യുക. 9 - 5 4 അല്ലെങ്കിൽ 5 കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും നോക്കിയാൽ മതി. 4. ഇതിന്റെ f എത്രയാ? f = 5 ആണ്. f പറഞ്ഞ ഫസ്റ്റ് ടേം. അപ്പോൾ ഇതോടെ കൊടുക്കുക. അപ്പോൾ n × d എത്ര? 4 പ്ലസ് f 5 മൈനസ് d 4. അപ്പോൾ ഇതിനെ 4n എഴുതാം. n × 4 4n പ്ലസ് 5 4/1. ഇതാണ് ഇതിന്റെ algebraic expression. മനസ്സിലായോ? ഈ സീക്വൻസിന്റെ algebraic expression ആണ് എഴുതുന്നത്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടായിരിക്കാം. അരിത്തമെറ്റിക് സീക്വൻസിൽ സമാന്തര ശ്രേണിയിൽ ഇങ്ങനെ ഒരു ഫോർമുല പഠിക്കാനുണ്ട്. algebraic expression ജനറൽ ഫോം ആണ് nd plus f minus d. ഇവിടെ n × d 4 എന്നുണ്ട്. അപ്പോൾ 4 plus f 5 ആണ് മൈനസ് d 4. 5 ൽ 1 പോയാൽ പോസിറ്റീവ് 1 ആണ്. 5 ൽ 4 പോയാൽ പോസിറ്റീവ് 1 ആണ്. അപ്പോൾ 4n + 1 വരും. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ algebraic expression ബീജഗണിത രൂപം ഇതാണ്. 4n + 1 ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ്? Find the sum first 20 term of the arithmetic sequence. ഈ arithmetic sequenceന്റെ 20 ടേംസിന്റെ സം കാണാം. ആദ്യത്തെ എന്താണ്? Find the sum of first 20 term of the arithmetic sequence 5, 9, 13 etc ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്കറിയാം. അപ്പോൾ ഈ 28th ടേം കാണാം. 28th ടേം is equal to f plus 19d is equal to 5 plus 19 × 4 d 4 ആണ് equal to 5 plus അപ്പോൾ 20ാമത്തെ പദം 28th ടേം 81 ഉണ്ട്. ഇനി സം കാണാൻ ഫോർമുല ഏതാണ്? സം കാണാൻ ഫോർമുല
s equal to n by 2 into first term plus last term. അല്ലേ, n by 2 into first term plus last term. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചില്ലേ, x plus xn. നിങ്ങൾ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ n by 2 ഇവിടെ n 20 ആണ്. 20 ടേംസിന്റെ സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ s equal to 20 by 2 into first term 5 plus ഇവിടെ ലാസ്റ്റ് ടേം പറയുന്നത് 20th ടേം ആണ്. 20 പദങ്ങളുടെ 2 കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 81 കൊടുക്കും. ഈക്വൽ ടു ഇത് 10 ടൈംസ് ക്യാൻസൽ ചെയ്യാം. 10 into 86 ഈക്വൽ ടു എത്ര വരും? മനസ്സിലായെന്ന് തോന്നുന്നു. കൂടി പറയാം. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാനാണ് പറയുന്നത്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടേം അറിയാം. ഇതാണ് ഫോർമുല. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 20th ടേം ആണ്. അപ്പോൾ 20th ടേം കാണും. ഇങ്ങനെ 20th ടേം പറഞ്ഞാൽ f plus 19d ആണ്. അപ്പോൾ 5 plus 19 4. അപ്പോൾ ഇത് വരും ആൻസർ 860 കിട്ടും. അപ്പോൾ സമയം അവസാനിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം.